വീഡിയോ കാണും മുൻപ് വയനാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം. ഈ കഴിഞ്ഞ ജൂലൈ 12-ാം തീയതിയാണ് മാനന്തവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എടവക പഞ്ചായത്തിലെ 16-കാരിയെ കടത്തിക്കൊണ്ടു പോകുന്നതിനിടയ്ക്ക് വാഹനം കണിയാരത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയും ഈ പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കുപറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. ഈ സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഇതൊക്കെയാണ്. ഏതായാലും ഈ പ്രതികളെ ഇപ്പോൾ ഈ കടത്തിക്കൊണ്ടുപോയ സംഘത്തിലുള്ള 4 ആൺകുട്ടികളെ നിലവിൽ പിടികൂടിയിരിക്കുന്നു. മാനന്തവാടി സ്വദേശികളായ 3 യുവാക്കളും അതുകൂടാതെ തൃശ്ശേരി സ്വദേശിയുമായ ഒരു യുവാവുമാണ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്. സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഇതൊക്കെയാണ്. ജൂലൈ 12-ാം തീയതി ഈ 16-കാരിയുടെ വീട്ടിൽ അവരുടെ പെൺ സുഹൃത്ത് താമസിക്കാൻ എത്തുന്നു. രാത്രി അച്ഛനും അമ്മയും അവരുടെ റൂമിലേക്ക് പോകുന്നു. പെൺകുട്ടികൾ കിടക്കാനായി അവരുടെ റൂമിലേക്ക് പോകുന്നു. പക്ഷേ രാത്രി 1:30 ഒരു കോൾ വരുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ കോൾ എടുക്കുന്നു. അപ്പോൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ മകൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, നിലവിൽ ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ആ അച്ഛന്റെ ചെവിയിൽ കേട്ടത്. അച്ഛൻ ഞെട്ടിത്തടിച്ച് അടുത്തുള്ള റൂമിൽ പോയി നോക്കിയെങ്കിലും പെൺകുട്ടികളെ കാണാനില്ല. പക്ഷെ ഇതിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു. പെൺകുട്ടി ഗുരുതരമായി പരിക്കേറ്റ് പെൺകുട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് ഈ 16-കാരുടെ വീട്ടിൽ അവരുടെ കൂട്ടുകാരി താമസിക്കാൻ എത്തുന്നു. രാത്രി നിർബന്ധിച്ച് ആ കൂട്ടുകാരി നിർബന്ധിക്കുന്നു, ചായ കുടിക്കാൻ പോകാൻ വേണ്ടി നിർബന്ധിക്കുന്നു. അവരുടെ ആൺ സുഹൃത്തുക്കൾ കാറുമായി എത്തുന്നു. പുറകുവശത്തെ വാതിൽ കൂടി ഈ 16-കാരും അവരുടെ പെൺസുഹൃത്തും കൂടി കാറിൽ കയറി പോകുന്നു. ഈ സമയത്ത് ഈ കാറിൽ ഉണ്ടായിരുന്ന യുവാക്കൾ ഈ പെൺകുട്ടിക്ക് മിഠായി നൽകുന്നു. മിഠായിയത്തിന് ശേഷം പെൺകുട്ടി പൂർണ്ണമായും ബോധരഹിതമായി എന്നാണ് പറയപ്പെടുന്നത്. ഇതിനുശേഷം പെൺകുട്ടി കടത്തിക്കൊണ്ട് പോകുന്ന സമയത്താണ് കണിയാരത്ത് ഈ വാഹനം അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ടത് പോലും ഈ പെൺകുട്ടി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. മെഡിക്കൽ കോളേജിൽ എത്തി ബോധം വന്നതിനു ശേഷമാണ് കുട്ടിക്ക് കാര്യമായി പരിക്ക് പറ്റി എന്ന് കുട്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുട്ടിയുടെ പെൺസുഹൃത്ത് നിർബന്ധിച്ചിട്ട് ചായ കുടിക്കാൻ പോകുന്നു. അങ്ങനെ ആൺകുട്ടികൾ ഈ മിഠായി നൽകുന്നു, രാത്രി മിഠായി നൽകുന്നു. അങ്ങനെ വാഹനം അപകടത്തിൽപ്പെടുന്നു. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയ അച്ഛൻ അമ്മ പോലും അറിയാതെയാണ് ഇവർ ഇങ്ങനെ പോയത്. ഏതായാലും ഇതിന് പിന്നിൽ ലഹരി സംഘമാണെന്ന് കുട്ടികൾ അച്ഛൻ ആരോപിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കടക്കം പരാതി നൽകിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഒരു വിശദമായ അന്വേഷണം മാനന്തവാടി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 4 യുവാക്കളാണ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്. ഇവർക്ക് ലഹരി സംഘവുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഏതായാലും ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം ഇൻസ്റ്റഗ്രാം പരിചയങ്ങൾ വെച്ച് തട്ടിക്കൊണ്ടു പോകുന്നു. അവരെ ഈ ലഹരി സംഘത്തിൽ പെടുത്തുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ഏതായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഞ്ഞടിക്കുന്ന സമയമാണ് തൂഫാന്റെ ഭാഗമായി കർശനമായുള്ള പരിശോധന തന്നെയാണ് മാനന്തവാടിയിലും പരിസര പ്രദേശങ്ങളിലും പോലീസും എക്സൈസ് നടത്തുന്നത്. റിസോർട്ടുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ബാബലിയിലും അതുപോലെ തന്നെ തോൽപ്പെട്ടിയിലും കർശനമായുള്ള ചെക്കിങ്ങും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും ഈ ലഹരി സംഘങ്ങളെ പൂട്ടാൻ തന്നെയാണ് പോലീസും എക്സൈസും തീരുമാനം എടുത്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ അപകടത്തിലേക്ക് നയിച്ച, തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ച ഇപ്പോൾ 4 യുവാക്കളെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇവർക്ക് ലഹരി സംഘമായി ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്.